ഞാനിപ്പോ നിൽക്കണതേ കൊടുങ്ങല്ലൂരിനടുത്തുള്ള കോട്ടപ്പുറത്തുണ്ടാ മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ട് ടൂറിസം വകുപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രത്തിലിട്ടാ ഞാൻ നിൽക്കുന്നത്. ഇവിടെ അതിമനോഹരമായ കാഴ്ച ഉണ്ടാ. ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാട്ടാ. കാണാത്തവര് സ്കിപ്പ് ചെയ്യാതെ കണ്ടോട്ടാ. ഇതേ പുരാതന കാലത്തെ വ്യാപാര കേന്ദ്രം ഉണ്ടാ. പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ടപ്പുറത്താണ് ഞാനുള്ളത്. ഈ കോട്ടപ്പുറം ചന്ത പണ്ടേ മുതൽ അന്താരാഷ്ട്ര ലെവലിൽ അറിയപ്പെടുന്നിരുന്ന ഒരു വ്യാപാര കേന്ദ്രം ഉണ്ടാ. കപ്പലുകളും വ്യാപാരികളൊക്കെ വന്നിറങ്ങിയിരുന്ന ഒരു ചരിത്ര ഭൂമി ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അവര് പോർച്ചുഗീസുകാരും ഡച്ചുകാരൊക്കെ വന്ന് കോട്ട നിർമ്മിച്ചതും അവര് വ്യാപാരങ്ങള് നല്ല രീതിയിൽ നടത്താൻ അവർ ശ്രമിച്ചത് കേട്ടാ. കാരണം നമ്മളെ ഇവിടെ കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന കുരുമുളകും ഏലവും ഇഞ്ചിയും ഒക്കെ അവരെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഗം ഉണ്ടാ ഈ കോട്ടപ്പുറം ഭാഗം. ഇതുണ്ടാ ആംഫി തിയേറ്റർ എന്നുണ്ട് ഇതിനറിയപ്പെടാ. ഈ ചുറ്റുമുള്ള റൗണ്ടിലുള്ള ഈ സ്റ്റേജും അതേപോലെ തന്നെ ഈ പടികളും സാംസ്കാരിക കലാരൂപങ്ങളും വിവിധ തരം കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റിയ ഓപ്പൺ എയർ ആംഫി തിയേറ്റർ എന്നാണ് ഇതിനെ പറയാ. അതുപോലെ തന്നെ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് വള്ളംകളി നടത്തപ്പെടുന്നത് പ്രധാനമായി ഇവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെടുന്നത് ഈ വാട്ടർ ഫ്രണ്ടിന്റെ മുൻവശത്തു നിന്നാണ് ഇതിന്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. അതുപോലെ തന്നെ മുസ്ലിം പൈതൃക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ബോട്ട് സർവീസിന് ബുക്കിംഗ് ചെയ്യാനുള്ള ബുക്കിംഗ് നമ്പറൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാൻ പറ്റും കേട്ടോ. ഈ ഒരു ബോട്ടിൽ 24 പേർക്ക് കയറുന്ന പാക്കേജ് 22,000 രൂപ വിത്ത് ഫുഡ് ഉണ്ട്. അപ്പൊ 4 പേരിന് വരണമെങ്കിൽ 16,000 രൂപ. അത് അവർക്ക് മാത്രമായിട്ടുള്ള ഒരു ബോട്ടാണോ? ആ 16 ആളെ കൊണ്ടുപോകും. 14 ആളെ കൊണ്ടുപോകും. 16,000 രൂപ വരുന്നു. 6 ആളെ പാക്കേജിനുള്ള ഇല്ല. സ്കൂളിന്റെ ലെറ്റർ ഹെഡ് ഉണ്ടെങ്കിൽ 22 കുട്ടികളും ടീച്ചർമാരും ഉൾപ്പെടുന്ന അല്ലെ, 2 പേര് ടീച്ചർമാരും ബാക്കി കുട്ടികൾ 20 കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 16,500 രൂപ ഫുള്ള് അല്ലെ. 5 അവർ അല്ലെ. 5 അവർ. ഇതൊക്കെ 5 അവർ തന്നെയാണ് അല്ലെ. അല്ലാതും 5 അവർ എന്നല്ല ഉദ്ദേശിക്കുന്ന നമ്മ. ഓക്കെ. പിന്നെ സ്പീഡ് ഫ്ലാഷ് ബോട്ട് എന്ന് പറഞ്ഞാല് ട്രിപ്പ് ചോപ്പ. ആ 3 ആൾക്ക് കയറാൻ പറ്റണത്. ഈ 3 ആൾക്ക് കയറാൻ പറ്റുന്നതില് 3 ആൾക്ക് കയറാൻ പറ്റുന്ന 1,300 കൊടുത്ത് 15 മിനിറ്റ് അല്ലെ. അതെന്തോരം ദൂരം പോകുന്നുള്ളതില്ല. 15 മിനിറ്റ് കറങ്ങി ഇവിടെ എത്തുമ്പോ 5 മിനിറ്റ് ആവും കറക്റ്റ് അല്ലെ. ഓക്കെ. ആ സ്പീഡ് ബോട്ടല്ലേ അത് സാധാരണ. 1 അവർ ട്രിപ്പിന് നമുക്ക് ഒരാൾക്ക് 250 രൂപയാണ്. ഇതുപോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോട്ടെ. ഇതേപോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വന്നാലേ അവർക്ക് എൻജോയ് ചെയ്യണ്ട. ഒരു കുട്ടി അവിടെ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ട് എൻജോയ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾക്ക് രക്ഷിതാക്കൾക്കും മനസ്സിനൊരു സന്തോഷം. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം കാണാട്ടാ. അപ്പേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പൊ നല്ല വീഡിയോയുമായിട്ട് ഇനിയും വരാമെന്നുള്ള പ്രതീക്ഷ.